ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമുള്ള അടുപ്പിച്ചുള്ള മഴ കഴിഞ്ഞിട്ട് ഇന്നലെ മുതൽ ഒരു ചെറിയ തെളിച്ചം കിട്ടിയിരിക്കുവാണേ. അപ്പം നമുക്ക് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇനി ഒന്നേന്ന് തുടങ്ങണം. അതുപോലെ തുടർച്ചയായി മഴ പെയ്തപ്പം നമ്മുടെ പച്ചമുളകിൻ്റെ ഇലയെല്ലാം അഴുകിപ്പോയി. അതുപോലെ തന്നെ തക്കാളിക്കും എല്ലാം ഈ പറ്റി. കാരണം റെയിൻ ഷെൽട്ടർ ഒന്നും ഇല്ലാതെ ഞാൻ ഈ മേളിലാണല്ലോ ചെയ്യുന്നത്. ഈ പോക്കാ പോകുന്നതെങ്കിൽ ഇപ്പോൾ എനിക്ക് റെയിൻ ഷെൽട്ടർ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് നിങ്ങളെന്ന് അതിനൊരു കമൻറ്റ് ഇട്ടേക്കണേ. നിങ്ങൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് റെയിൻ ഷെൽട്ടർ ചെയ്തിടത്താണോ കൃഷി നന്നായി വിജയിക്കുന്നത്, റെയിൻ ഷെൽട്ടർ ചെയ്തിടത്ത്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ റെയിൻ ഷെൽട്ടർ ചെയ്യാതെ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് അറിയാവുന്ന പല ആളുകൾ എന്നോട് പറഞ്ഞു റെയിൻ ഷെൽട്ടർ ചെയ്തെടുത്ത് കൃഷി കാര്യമായി വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പോളി ഹൗസ് പോലെ കംപ്ലീറ്റ് അടച്ചെടുക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഗുണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുണ്ടാകുന്നൊരു ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമ്മൾ നമ്മുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടി പച്ചക്കറി കൃഷി ചെയ്യുമ്പം നിങ്ങൾക്കറിയാം നഷ്ടമാണ് കൂടുതൽ ലാഭത്തിനേക്കാൾ. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, പിന്നെ വിഷം അടിക്കാത്ത പച്ചക്കറി, അങ്ങനെ പല പല നേട്ടങ്ങളാണ് ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് പച്ചക്കറി കൃഷി തുടങ്ങാം. ചിലപ്പോഴാണെങ്കിൽ ഇപ്പം നട്ടു തുടങ്ങുന്ന കൃഷി നമുക്ക് വിജയിച്ച് നമുക്ക് ഓണത്തിനാവശ്യമായ പച്ചക്കറി വിളവെടുക്കാനായിട്ട് പറ്റിയേക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഏതാണ് പച്ചക്കറി നടാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാ, നമ്മൾ ഈ തുടർച്ചയായ മഴ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്, നമ്മുടെ ഈ പന്തലയിലോട്ട് പടർന്നിരിക്കുന്ന ചെടികളുടെ ഇലകളെല്ലാം അഴുകി ഉണങ്ങിയതുപോലെയായിട്ട് താഴെ വീണ് പോകുവേ. അപ്പം നിൽക്കുന്നത് കാണാനും വൃത്തിയില്ല, അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ബെനിഫിറ്റും കിട്ടുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മുറിച്ച് തന്നെ ശരിക്കും മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ, അപ്പം ഞാൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ തറയിലോട്ടെല്ലാം വീഴും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ആരെങ്കിലും ഒരാളെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഇതെല്ലാം മുകളിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം മുറിച്ച് കളയണം. പിന്നെ പലത് ഈ സൈഡിൽ കയറിയിരിക്കുന്നതെന്ന് പറയുന്നത് അധികവും നമ്മുടെ നിത്യവഴുതനയാണേ. അതിലെല്ലാം കായ്കളുമുണ്ട്, അതിൻ്റെ ഇലകളൊക്കെ ഇടയ്ക്കൊക്കെ ഉണങ്ങിയും പഴുത്തുമൊക്കെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല. അപ്പം നമുക്ക് കളയാൻ ഇപ്പം പാവൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെയൊക്കെ തണ്ടൊക്കെ പഴുത്തു പോയിട്ടുണ്ട്, അതെല്ലാം പറിച്ച് കളയണം. ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ഞാനിത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയും കൂടെ ചെയ്യാവേ. അപ്പം ഞാൻ ഇച്ചിരി സമയം കിട്ടിയപ്പം നമ്മുടെ ആദ്യത്തെ പച്ചക്കറി, ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഉപകരിക്കുന്നത് ഈ പച്ചക്കറി കൃഷി ആയേക്കാം. അപ്പം ഞാൻ ഇവിടേക്ക് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മുടെ തക്കാളിയാണേ, പല തക്കാളിയും നമ്മൾ വെച്ചു, അതെല്ലാം അഴുകി പോവുകയാണ് ചെയ്തത്. പൂവുണ്ടായാലും ഒന്നും നിൽക്കത്തില്ല, കായായി മാറത്തില്ല. അപ്പോൾ ഞാനിതിവിടെ കുത്താനായിട്ട് കുറച്ചുകൂടെ മണ്ണിളക്കം കിട്ടുന്നൊരു സാധനം എടുത്തുകൊണ്ടിട്ടെ. അപ്പോൾ ഇതുപോലെ മണ്ണ് കുറച്ച് കൊത്തിയിളക്കുക. ഈ മണ്ണിൻ്റെ ഇളക്കം കണ്ടോ? ഇതേപോലെ മണ്ണിളക്കമുള്ള മണ്ണാണ്, പോട്ടിംഗ് മിക്സാണ് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് സഹായിക്കുന്നത്. എന്ന് വെച്ചാൽ വെള്ളം തുടർച്ചയായി വന്ന് കെട്ടി നിന്നാൽ ഈ മണ്ണെന്നല്ല എവിടെ തന്നെ ആയാലും നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ആദ്യം കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്നത് സ്യൂഡോമോണാസ് ആണേ. കാരണം നമ്മളിപ്പം നടാൻ പോകുന്നത് തക്കാളിയല്ലേ. ഇപ്പം തക്കാളി ആയാലും വെണ്ടയായാലും വഴുതനയായാലും നമ്മൾ സ്യൂഡോമോണാസ് ഇട്ടിട്ടേ നടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ സ്യൂഡോമോണാസിനകത്തോട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ചാണകപ്പൊടിയോ നിങ്ങൾ മണ്ണിര കമ്പോസ്റ്റോ എന്താണോ നിങ്ങൾക്ക് കമ്പോസ്റ്റ് വളമായിട്ടുള്ളത് അത് ഏത് തന്നെയാണേലും നമുക്ക് കൊടുക്കാം. പിന്നെ തക്കാളി നടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നല്ലതുപോലെ താഴ്ത്തി വെച്ചിട്ടേ നടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ടൊരു 2 ചുവട് തക്കാളിയാണ് നടുന്നത്. കണ്ടോ, നമ്മളിവിടെ കൊടുക്കുന്ന തക്കാളി പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണേ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നടണം. തക്കാളിക്ക് മാത്രം നല്ല പോലെ എത്ര താഴ്ത്തി നടാവോ അത്രയും താഴ്ത്തി നടുന്നതാണ് നല്ലത്. അപ്പോൾ അതേ രീതി ഞാൻ ഇതിനകത്തോട്ട് 3 ചുവട് നട്ടുപിടിപ്പിക്കാൻ പോവുകയാണേ. ആ നട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ തക്കാളി നമ്മൾ നട്ടു വെച്ചേ. ഈ തക്കാളി ഇതുപോലെ നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് വെള്ളം, ഈ തക്കാളി ഇപ്പോൾ പോകാനുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തക്കാളിക്ക് കൂടുതൽ വെള്ളം ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ കൊടുത്താൽ മതി. മഴ പെയ്യുന്നുണ്ടെങ്കിൽ തക്കാളിക്ക് നമ്മൾ വെള്ളമേ കൊടുക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് പച്ചക്കറി വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ നേരത്തെ തക്കാളി നട്ടിരുന്ന ഒരു പാത്രം ഞാൻ മാറ്റി അതിനകത്ത് കുമ്മായമൊക്കെ ഇട്ട് പുളിപ്പ് മാറ്റിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ പാത്രത്തിനകത്ത് ഞാനിപ്പോൾ നടുന്നില്ലേ, കാരണം ഇത് നമുക്ക് ബാക്കി ഒരു 3 ചുവട് ബന്ദിയും കൂടെ ഇതിനകത്ത് നമുക്ക് നട്ടു കൊടുക്കാം. ഓണത്തിന് നമുക്ക് പച്ചക്കറി മാത്രം വിളവെടുത്താൽ പോരല്ലോ, കുറച്ച് പൂക്കളും കൂടെ വേണ്ടേ. ഇതുപോലെ 2 കുഴിച്ചിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടി കൂടി ഇടുവാണേ. എന്നിട്ടിപ്പം ഞാൻ ചെയ്യുന്ന കണ്ടോണം, കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് അങ്ങിടും കേട്ടോ. ഇതേ നമ്മളിവിടെ
വഴുതന നടാൻ വേണ്ടിയാണേ. ഇപ്പം നമ്മൾ തക്കാളി നട്ടപ്പോൾ പറഞ്ഞില്ലേ, നല്ലതുപോലെ താഴ്ത്തി നടണം തക്കാളി. പക്ഷേ മറ്റ് പച്ചക്കറികളൊന്നും തന്നെ മുളകായാലും വഴുതനയായാലും കണ്ടമാനം താഴ്ത്തി നടരുത്. തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 എണ്ണം വീതം നമ്മളിത് ഇതിനകത്തോട്ട് ഇത്ര എണ്ണം നട്ടു. മറിഞ്ഞു പോകാതിരിക്കാൻ ചുറ്റിൽ നിന്നൊന്ന് മണ്ണ് കൂട്ടി ഉറപ്പിച്ച് കൊടുത്താൽ മതിയേ. അത്രയും മാത്രം ചെയ്താൽ മതി വഴുതനയ്ക്ക്. ഇനി ചുവട് പിടിച്ചതിന് ശേഷമേ നമ്മൾ ഏതിനം പച്ചക്കറി ആയാലും വളം ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ ഒരു കാര്യമാണ്, നമ്മളെല്ലാ പച്ചക്കറി ചെടികളും നട്ട് വളർത്തുന്നത് നല്ലതുപോലെ അടിവളം ചേർത്ത മണ്ണിലായിരിക്കണം. നമ്മളിവിടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് തന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ്. പിന്നെ ഇതിന് മുന്നേ ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ ഈ പോട്ടിംഗ് മിക്സ് 2 ഗ്രോ ബാഗിനകത്തൊക്കെ ആണെങ്കിൽ 1 പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം കൃഷി കഴിയുമ്പം അത് മൊത്തം കുടഞ്ഞിട്ട് കുമ്മായമൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും വളം ചേർത്തിട്ടാണ് അടുത്ത സെറ്റ് കൃഷിക്ക് വേണ്ടി ഈ ഇതുപോലെ നമ്മൾ വാരി നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് വളക്കൂറ് കാണത്തില്ല, കാരണം നമ്മൾ ചെറിയ ജൈവവളമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വഴുതന നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 2-3-4 ചുവട് വഴുതനയുണ്ട്. അതെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്തോട്ട് ചെയ്യുന്നതേ 2 മുളകാണ്. ഇത് കാന്താരിയുടെ തൈയാണ്. കാന്താരിക്ക് അത്ര വെയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടേക്ക് ഇങ്ങനെ നട്ടു കൊടുക്കുവാണേ. ഒരു വളവും ഇട്ടിട്ടില്ല. ചുവട് പിടിച്ചതിന് ശേഷം നമുക്ക് വളം കൊടുക്കാം. ഈ 2 മുളകിൻ്റെ തൈ നമുക്ക് മിച്ചം ഉണ്ടായിരുന്നേ, അതും കൂടെ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഞാൻ സൂഡോമോണാസ് കലക്കി ഒഴിക്കുകയുള്ളൂ, ചുവട്ടിലിടാഞ്ഞ കാരണമേ. ഇപ്പം നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഈ മുളക്, വഴുതന, തക്കാളി, വെണ്ടയ്ക്ക് നിർബന്ധമായി ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകല്ലേ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വളം ചെയ്ത ഇഞ്ചിയാണ്. അതിൻ്റെ പുതിയ ഇലകളൊക്കെ നന്നായിട്ട് തന്നെ വന്നു തുടങ്ങി. അതിന് മുമ്പിലത്തെ ഇലകൾ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 പടവലക്കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്തില്ലെങ്കിൽ അവർക്ക് നാമ്പെടുക്കാൻ തുടങ്ങിയാൽ, വേരോടാൻ തുടങ്ങിയാൽ പിന്നെ അവർ രക്ഷപ്പെട്ടോളും. ഇപ്പം നമ്മുടെ കുരുമുളകിൻ്റെ ചെടി നിൽക്കുന്നുണ്ടോ? ഒരു കുരുമുളക് ഇപ്പം ഞാനിവിടുന്ന് എൻ്റെ ഒരു കുരുമുളകിൻ്റെ ചെടിയിൽ 1 കിലോ മുളക് പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒത്തിരി നമ്മുടെ കൃഷി താല്പര്യമുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. എപ്പോഴും തന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുകയോ കമൻ്റ് ഇടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു കുരുമുളക് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടുപിടിപ്പിച്ച ഇതല്ലേ മുളക് കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് മുളക് ഉണ്ടാകുന്നത്. പിന്നെ കുരുമുളക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ അതിനെ ഒരു പരീക്ഷണത്തിന് നിർത്തിയിരിക്കുവാന്ന് പറഞ്ഞായിരുന്നേ. എൻ്റെ പരീക്ഷണം എന്നറിയാം, അത് വിജയകരമാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ആ താഴത്തെ ബക്കറ്റിൽ നിന്ന് അത് വളർന്ന് കയറി പന്തലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നു, ഈ കുരുമുളക് പന്തലേ കൂടെ പടന്ന് കിടന്ന് നമ്മുടെ പയറൊക്കെ പോകുന്നത് പോലെ അല്ലെ പാവൽ പോകുന്നത് പോലെ കിടന്ന് കായ പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ചെടിയിലല്ലേ പരീക്ഷണം നടത്തി നോക്കാൻ പറ്റുള്ളൂ. അവരവിടെ നിൽക്കട്ടെ, പന്തലയിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. കായ ഇഷ്ടം പോലെ പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അവിടെയും തിരിയിട്ടും തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഞാൻ എൻ്റെ കുരുമുളകിന് വളം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഇന്ന് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നട്ടതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതെന്നാന്ന് കണ്ടോ, നമ്മുടെ ഒരു കറ്റാർവാഴയാണേ. കണ്ടോ, ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിളുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സാമ്പാർ ചീരയാണേ. സാമ്പാർ ചീര നമുക്ക് തോരൻ വെക്കാനും അതുപോലെ കറി വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സാമ്പാർ ചീര എന്ന് പറഞ്ഞാൽ. ഇതിന് നല്ലൊരു വയലറ്റ് കളറിലുള്ള പൂക്കളും ഉണ്ടാകും കേട്ടോ. നമ്മുടെ മാവൊക്കെ കണ്ടോ, ഈ മാവ് പോലെയുള്ള മരങ്ങൾക്കെല്ലാം മഴ പെയ്ത് വളമെല്ലാം ഒഴിച്ചു പോയപ്പം വളർച്ച കുറഞ്ഞിരിക്കുക. ഇതെന്നാ ചേമ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെന്നാ ചേമ്പാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. നമ്മൾ അന്ന് നട്ടിട്ട് പോയ ഉള്ളിയാണേ, കണ്ടോ, ചിലതൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉള്ളി കണ്ടോ, ഇത് കിളുത്തതാണ്. അപ്പം ഞാൻ ഇവിടോട്ട് മണ്ണ് മാറ്റിയിട്ട് ഈ ഒരു ഉള്ളിയെ ഇവിടെ ഒരെണ്ണം വെക്കാം, ഇവിടെ ഒരെണ്ണം വെക്കാം, പിന്നെ ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കാം. ഇതിനിപ്പം നോക്കിയാൽ ചെറിയ 3 എണ്ണം കണ്ടോ, ഈ ചെറുത് വെച്ചാൽ മതി, അവരങ്ങ് വളർന്ന് കയറി വന്നോളൂ. ഒത്തിരി താത്ത് വെക്കരുതേ. താത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കിളുക്കാതെ പോവും, ഉള്ളി ചീഞ്ഞു പോവും. ഇപ്പം നമുക്കറിയാമല്ലോ, ഉള്ളിയെ നല്ലോണം വെള്ളപ്പിടുത്തമുള്ളൊരു സാധനമാണല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഇത് പൊട്ടിച്ചിട്ടാണേ ഈ ചെറുത് ഞാൻ അപ്പുറത്തും വെക്കാൻ പോവാം. അപ്പോൾ ഇവരെ നേരെ നിൽക്കത്തക്ക രീതിയിൽ ഇവിടോട്ട് ഞാൻ ഈ ഒരു കുഞ്ഞിനെയും വെച്ചു, ഈ ഒരു കുഞ്ഞിനെയും വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ഈ സമയത്ത് ഇപ്പം നട്ട് വെച്ച ഉടനെ തന്നെ അവർക്ക് വളം കൊടുക്കണ്ട. ഇപ്പം ബാക്കിയുടെ ഇടയെല്ലാം ഞാനൊന്ന് കുത്തി ഇളക്കുവാണേ. അങ്ങനെ കുത്തി ഇളക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ,
ഇത് നമ്മുടെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ചേർന്ന ഒരു വളമാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെയെല്ലാം വെറുതെ ഇച്ചിരി ഇട്ട് കൊടുക്കുവാണ്. വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം മണ്ണൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അതിൻ്റെ പുറകെ ചിലപ്പോൾ മഴ വരും. അപ്പോൾ പിന്നെ മണ്ണ് കൂട്ടാനൊന്നും ഞാൻ നോക്കുന്നില്ല. വെറുതെ ഇപ്പോൾ ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ ഒരു വളവും ഇല്ലാതെ ഇവർ നിൽക്കുമല്ലേ. ഇപ്പോൾ ഇച്ചിരി കൂടെ വളർന്നിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കുന്നതൊക്കെ കാണിക്കാവേ. ഇത് നമ്മൾ അന്ന് നട്ടുപിടിപ്പിച്ച നമ്മുടെ കുമ്പളത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചതാണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ശകലം സെറാമിയിൽ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് വെറുതെ ഈ മണ്ണുമായിട്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്ന് കൂട്ടി ഇളക്കി ചേർക്കുന്നതേ ഉള്ളൂ. ചെടിയുടെ തണ്ടേ മുട്ടണ്ട കേട്ടോ. എന്ത് വളമായി കാര്യം പറഞ്ഞാൽ ഇത് ജൈവവളമാണ്. എന്നാലും ചെടിയുടെ തണ്ടേ മുട്ടാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് കുറച്ച് കൂർക്കയാണേ. അതിനകത്ത് കണ്ടോ നമ്മുടെ ടെറേനിയം കിളുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ 2 കളറാണ്. ശിവന്മാരെ നമുക്ക് നിർത്താൻ കൊള്ളുകയില്ല. കാരണം കൂർക്കയെ തോപ്പിച്ചേച്ച് അവരിവിടെ മൊത്തം അങ്ങ് എടുക്കും. അതാണ് അവന്മാരുടെ പണി. കളയണോ വേണ്ടയോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഇതിനകത്തുനിന്ന് പറിച്ച് കളയണോ അതോ ഇതിനെ കൂർക്കയുടെ കൂടെ നിർത്തണം? ഇത് നമ്മുടെ ഒരു ചുരക്കയുടെ ചെടിയാണേ. അപ്പം ഇത് കണ്ടോ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൂടെ വരുന്ന ഈ സക്കറുകളെ നമ്മളങ്ങ് കളയുന്നതാണ് നല്ലത്. ഇവർ കയറി പന്തലേൽ ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്നെ ശിഖരങ്ങൾ വരുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു ചെറിയ സക്കറായിട്ടുണ്ട്, അതും കൂടെ കളയാം. അതുപോലെ ഈ ചെറിയ ചെറിയ ഇലകളെല്ലാം നമ്മൾ ചുവട്ടിലത്തെ അതങ്ങ് മുറിച്ച് കളയണേ. അപ്പം ഞാൻ കത്രിക എടുത്തിട്ടില്ല, ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇലകൾ മുറിക്കുന്നതിന് മുന്നേ ഞാനേ ഇവരുടെ ചുവടൊന്ന് കുത്തി ഇളക്കി കൊടുക്കട്ടെ. വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് സ്ഥിരമായിട്ട് ചവിട്ടുകയോ അല്ലെങ്കിൽ മഴത്തുള്ളി ആണെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ മണ്ണ് അങ്ങ് തറഞ്ഞു പോകും. അപ്പം നിങ്ങൾ എത്ര നല്ല പോട്ടിംഗ് മിക്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് ശകലം ജൈവവളമാണേ. അപ്പം ഞാൻ ശകലം ജൈവവളം കൂടെ ഇട്ടിട്ട് ഈ മണ്ണ് തന്നെ ഇതിൻ്റെ ചുവട്ടിലോട്ട് അങ്ങോട്ട് കൂട്ടി കൊടുക്കുവാണേ. തണ്ടയിലോട്ട് മുട്ടാതെ നോക്കിക്കോ, അതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ ഇലകളെല്ലാം ഇതിൻ്റെ ചുവട്ടിലോട്ട് വെട്ടിയിട്ടൊരു പുത പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുവാണേ. അപ്പം അതൊരു പുതയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇവരുടെ വളർച്ച, ഇവരുടെ ഈ വളമൊക്കെ വലിച്ചെടുക്കുമ്പോഴത്തെ ആ ഒരു ഗുണം എന്ന് പറയുന്നത് അവരുടെ മേൽത്തണ്ടുകളിലേക്ക് കിട്ടുകയും ചെയ്യും. കണ്ട് ആ മുകളിലോട്ടായിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ചെടികൾക്കെല്ലാം ആദ്യം ഉണ്ടാകുന്നത് കുറേ അധികവും ആൺപൂക്കളാണ് കേട്ടോ. അപ്പോൾ പലരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട്, എൻ്റെ ചെടിയിൽ ആൺപൂക്കൾ മാത്രം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനൊരു അവസ്ഥയില്ല. ആദ്യമേ ഉണ്ടാകുന്നതെല്ലാം കുറേ ആൺപൂക്കളാണ്, പിന്നെയേ നമുക്ക് പെൺപൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതോർത്ത് ആരും സങ്കടപ്പെടേണ്ട. പിന്നെ ഇങ്ങനെ നീണ്ടു വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വലയുടെ ചെറിയ കള്ളികളുടെ അടിയിലോട്ട് അതിൻ്റെ തലയെ നീട്ടി വെച്ചോണം. അപ്പോൾ അടിയിൽ കൂടെ വന്നേച്ചാൽ അവർ വീണ്ടും മുകളിലോട്ട് കയറി അങ്ങനെ അങ്ങ് പൊക്കോളും. ഇത് നമ്മുടെ 1-2 വെണ്ടയുടെ തൈകളാണേ. കണ്ടോ, പക്ഷെ അവരൊരു ആരോഗ്യം ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കൊടുക്കുന്ന എന്നാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. മണ്ണൊക്കെ ഇളക്കമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ പൊത ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇതിനെ ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ചോട്ടിലോട്ടേ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക ഇവർക്ക്. എന്നിട്ട് ഇത് നമ്മുടെ ചാണകപ്പൊടിയാണേ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി, കാരണം ഇവർ തീരെ ആരോഗ്യമില്ലാത്ത ചെടികളല്ലേ. അപ്പോൾ ഒരു കുറച്ച് ചാണകപ്പൊടി ഇടുന്നത്. ഇതിൻ്റെ ചോട്ടിലോട്ടും കുറച്ച് ചാണകപ്പൊടി ഇട്ടേ. എന്നിട്ട് ഈ പൊത ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചത് മാത്രമുള്ളേ. അതുപോലെ നമുക്ക് അതിൻ്റെ ചുവടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ടല്ലോ, കണ്ടോ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ ഇളക്കി കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് ഞാൻ അടുത്ത വീഡിയോ വരുമ്പം കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിനകത്ത് ഒരു ഇച്ചിരി ഇടയുണ്ട്. അവിടോട്ട് ഞാൻ ഈ ഒരു വെണ്ടയുടെ തയ്യും കൂടെ നട്ടുപിടിക്കേണ്ട. വേരൊക്കെ കണ്ടമാനം ഇറങ്ങി. ആ മഴ കാരണം നമ്മളിതിവിടെ നടാതെ വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഇനി ചോട് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലോട്ട് ഞാൻ ഈ മണ്ണും കൂടെ കൂട്ടി കൊടുക്കുവാണേ. അവിടെ നിൽക്കട്ടെ. ചോട് പിടിച്ചതിന് ശേഷം നമുക്കിനി വളം കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ വഴുതന അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പയർ പിന്നെ ഇവിടെ ഇപ്പം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പയറിനെ മഴ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ പുതിയതായിട്ടുള്ള കൃഷിയുടെ തുടക്കത്തിന് വേണ്ടി കുറേ സാധനങ്ങളുടെ വിത്തുകൾ ഇതുപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മത്തയുണ്ട്, കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. റോസ് കളറാണ് അത് ചില വിത്തുകൾ മുക്കി വരുന്ന സാധനത്തിൻ്റെ കളറുകൾ. പിന്നെ ഇതെന്ന് പറയുന്നത് പാലക്ക് ചീരയുടെ വിത്താണേ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിരിക്കുന്ന പാലക്ക് ചീരയുടെ വിത്ത് കുതിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നടുന്നതിന്. അപ്പം ഞാൻ ഇതിനകത്ത് കണ്ടോ പല സാധനങ്ങളാണ്. കണ്ടോ പടവലമൊക്കെ ഉണ്ട്. പടവലമൊക്കെ 24 മണിക്കൂറും വെള്ളത്തിനകത്ത് ഇടാം, ഒരു കുഴപ്പമില്ല.
എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഇതിനെ എല്ലാവരെയും കൂടെ കൂട്ടി ഇതിനകത്തോട്ട് വാരി വെക്കാൻ പോവുകയാണേ. എത്ര നേരത്തേക്കിന് ഇങ്ങനെ വാരി വെക്കും? ഇത് ഇനി ഞാൻ ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ ഇത് ഞാൻ വാരി വെക്കുമ്പോൾ തന്നെ ഈ തുണി നനയും. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവരെ അങ്ങ് നനച്ചെടുത്തിട്ട് ഇതുപോലെ കെട്ടി വെക്കും. എന്നിട്ടൊരു 2 അല്ലെ 3 ദിവസം കഴിയുമ്പം ഇതിനകത്ത് അഴിച്ചു നോക്കണം. അപ്പം ചില ഇനം വിത്തുകളൊക്കെ, അതായത് ഇപ്പം വെള്ളരിയൊക്കെ പെട്ടെന്ന് തന്നെ മുള വരുന്നതാണ്. എന്നാൽ പടവലമൊക്കെ ആണെങ്കിൽ മുള വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. അതുകൊണ്ട് കിളുത്തില്ല എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെടരുത്. ചില ഇനം വിത്തുകൾക്ക് കിളുക്കാൻ താമസമുണ്ട്, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അപ്പം ഞാൻ ഇത്രയും വിത്തുകളെ കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വീണത് കണ്ടായിരുന്നോ? ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ നനവോട് കൂടി നമ്മളിതിനെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിവെക്കും. അപ്പോൾ കട്ടിക്ക് നിൽക്കുന്ന തുണി എവിടെയാണോ അവിടോട്ട് ഈ മടക്കും വെച്ചിട്ട് മടക്കി ഇതുപോലത്തെ സാധനത്തിനകത്തോട്ട് വെച്ചിട്ട് എയർ കയറാതെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം മുതൽ നമുക്ക് ഓരോന്നെടുത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് കിട്ടും. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് ഇതേപടി മണ്ണിളക്കിയിട്ട് മണ്ണിലേക്ക് പാകാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുണിക്കകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരും. പിറ്റേ ദിവസം തന്നെ ഏകദേശം മുള വരുന്നതാണ്. ഈ പാലക്ക് ചീര ആയാലും നമ്മുടെ മറ്റേ ചീര ആയാലും ഒക്കെ അതുപോലെ പെട്ടെന്ന് മുള വരും. അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് 3-4 സാധനങ്ങളുടെ നട്ടുപിടിപ്പിക്കലായില്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്തെങ്കിലും ഒരു 2-3-4 സാധനമെങ്കിലും ഇന്ന് തന്നെ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കാൻ നോക്കണം. കൃഷി എന്ന് പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ചില നഷ്ടപ്പെടലുകളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ എല്ലാം നമ്മൾ വെച്ചതെല്ലാം 100% വിജയമായി വരും എന്നൊന്നും നമുക്ക് പറയാം, പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം എന്നല്ലാതെ ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടലൊക്കെ വരും. അതിനെയൊക്കെ സഹിക്കാനുള്ള മനസ്സും നമ്മൾ വളർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ നമ്മൾ ഈ കൃഷി പഠിപ്പിക്കുന്നതും കൃഷിയിൽ പങ്കാളികളാക്കുന്നതും ഭയങ്കര നല്ലതാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ജീവിത പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പം നമുക്കേ താഴെ മുറ്റത്ത് പോയിട്ടൊരു വെറൈറ്റി പൂവുണ്ടായിട്ടുണ്ടേ, അതൊന്ന് കണ്ടിട്ട് വരാം. ഇതിനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്നറിയോ? ഇങ്ങോട്ട് നോക്കി, കണ്ടോ? ഇതിൻ്റെ പേരെന്നാണെന്നറിയോ എന്നൊരു എനിക്ക് കമൻറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കിളുത്ത് വരുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ചെടി വെട്ടാതെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് വെട്ടി നിർത്തിയാലേ ഈ ചെടിക്ക് നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ ഇല നിങ്ങൾ കണ്ടോ? നമ്മൾ വെട്ടി നിർത്തുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മുഴുവനും ഇതേപോലത്തെ ചുവന്ന കളറിൽ തെളിഞ്ഞ് നിൽക്കും. അപ്പം വെട്ടാനായിട്ട് ഞാൻ ഈ ഒരുങ്ങി നോക്കി വന്ന സമയത്ത് ഇതിൻ്റെ തൈ ചെറുതായിട്ട് കിളുത്ത് കയറി വരുന്ന കണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ചെടി ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പൂത്തിട്ട് ഇത് പൂത്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ വാടി അഴുകി പോകും. പിന്നെ ഇങ്ങനെയൊരു ചെടി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നെന്ന് ആരോടെങ്കിലും പറഞ്ഞാലേ, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചാലേ അറിയത്തുള്ളൂ. ഇതിൻ്റെ ഒരു അംശം പോലും കാണുകയില്ല. പക്ഷേ പിറ്റേ വർഷവും ഇതുപോലെ തന്നെ തന്നെത്താനെ കിളുത്ത് വരും. ഇതിൻ്റെ വേറൊരെണ്ണോ ഇത് കണ്ടോ? അതേ മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ? മുട്ട് വരുന്നുണ്ടോ? ഈ ഇലയുടെ ഇടയിലൂടെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിപ്പം നമുക്ക് പൂത്തത് കൊണ്ട് ചുവപ്പ് നിറമാണെന്ന് പറയാം. അതിൻ്റെ നിറവും എനിക്കറിയത്തില്ല, ഇതിൻ്റെ നിറവും അറിയത്തില്ല. പല കളറിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ വർഷം പൂവിടും ഇതാം കൂടെ ആണെങ്കിൽ. പക്ഷേ ഇവിടെ നിൽക്കുന്നുണ്ടോ? ചെറിയ നാരുകൾ പോലെ കിളുത്ത് വരുന്നുണ്ടോ? അതവിടെ നിന്നാൽ അതിൻ്റെ ചുവട്ടിൽ ഒരു കിഴങ്ങ് പോലെയുണ്ട്. കിഴങ്ങെന്ന് പറഞ്ഞാൽ സവാളയൊക്കെ പോലെ ഇരിക്കും. അതവിടെ നിന്നാൽ കുറച്ചും കൂടി ഒരു നല്ല ആരോഗ്യമൊക്കെ വന്ന് വലിപ്പമൊക്കെ വന്നതിന് ശേഷം അടുത്ത വർഷം, ഈ വർഷം അതിൽ നിന്ന് കിട്ടണമെന്നില്ല, ഇനി കിട്ടുമോ എന്നറിയത്തില്ല. അടുത്ത വർഷം എന്തായാലും അതിൽ നിന്ന് നല്ല പൂക്കളുണ്ടായി കിട്ടും. ഈ ചെറിയ സാധനം അതൊന്നും നട്ടുപിടിപ്പിച്ചതല്ല, ഇതിൻ്റെ വേരെങ്ങാണ്ട് ഓടിപ്പോയിട്ട് അവിടുന്ന് കിളുത്ത് വന്നിരിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന മെലസ്ട്രോമയാണേ, അതൊക്കെ ചോട് പിടിച്ചിട്ടുണ്ട്. ഇതേന്ന് ഞാൻ കമ്പൊടിച്ച് കുത്തിയതും കിളുത്തിട്ടുണ്ട്. പൂക്കളുണ്ടായിട്ടുണ്ട്. ഈ മുട്ടുകളൊക്കെ നല്ലോണം വന്നു തുടങ്ങി. ചോട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇവർക്ക് വളം കൊടുക്കണം. വളം കൊടുത്താലേ നല്ലതുപോലെ പൂക്കളുണ്ടാകത്തുള്ളൂ. ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ മെലസ്ട്രോമയുടെ ഒരു കാര്യം, കണ്ടമാനം ചൂട് കൂടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വാടി തളർന്നു പോകും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെളിച്ചവും കിട്ടും, എന്നാൽ വലിയ ചൂടും കിട്ടത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ശരിയാകുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ റംബുട്ടാൻ കണ്ടോ? കളറ് മാറി തുടങ്ങിയിട്ടുണ്ടേ. കുറച്ച് കളറ് മാറിയതിനെ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം കെട്ടിയിട്ടായിരുന്നല്ലോ. അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് തന്നെ നോക്കാം. ചിലപ്പോൾ അണ്ണാൻ അതിന് കിഴുത്ത ഇട്ടിട്ട് അതിൽ കൂടെ കൊണ്ടുപോകും. ഏതിനകത്താണ് ഉള്ളതെന്ന് നോക്കട്ടെ. കളറുള്ളതേ ഇതിനകത്ത് കണ്ടോ? വലിയ കുഴപ്പമില്ലാത്തതായിട്ടുണ്ട് കണ്ടോ? ഈ കൊലയുണ്ട്, 2 കൊല ഇതിനകത്ത് ഞാൻ ചേർത്ത് വെച്ചിരുന്നേ. ഏറ്റവും നിറമുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാവേ. നിനക്ക് വേണോടാ? വേണം. ഇനി ബാക്കി നമുക്ക് ഇതിനകത്ത് കെട്ടിയിടണം. കെട്ടിയിട്ടിട്ട് നമുക്ക് തിന്നാം കേട്ടോ. അല്ലെങ്കിലേ അണ്ണാന്മാർ ഒന്നും തരുവേല മോനെ, അതങ്ങ് വഴി പോരുണ്ട്. നമ്മളിതേ നിറം മാറി ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അത്ര പഴുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പം ഇന്ദ്രയിൽ ഒരെണ്ണം തിന്നത് നല്ലതായിരുന്നു.
ഇതിപ്പോൾ പൊട്ടിക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുതേ, ഞാൻ എൻ്റെ ആവേശം കാരണം ഇങ്ങനെ അങ്ങോട്ട് കടിച്ചു പൊട്ടിച്ചതാണ്. അടിപൊളി അടിപൊളി സാധനം. നോക്കട്ടെ. മൊത്തം അതിന് വിട്ടുപോരും ചെയ്യണം. സൂപ്പറാട്ടോ. അതേ പഴുത്തുള്ളതിന് നല്ല രുചിയുണ്ട്. നിങ്ങൾ ഇതൊന്നും അടിപൊളി സാധനം, അടിപൊളി സാധനം. എനിക്കിത് 2 കൈ വേണം. മൊത്തം കുരുവേന്ന് വിട്ടുപോരും കണ്ടോ. അടിപൊളി സാധനം. ഇത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് ഇനമാണെന്ന്. എനിക്ക് തോന്നുന്നത് സ്കൂൾ ബോയ് ആണോ സീസറാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ആ 2 ഏതോ ഒരെണ്ണമാണ്. പല ഇനം ഒരേ സമയം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നട്ടതാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം ഇത് സീസറോ സ്കൂൾ ബോയോ ആണെന്നാണ്. അപ്പോൾ നമുക്ക് റംബുട്ടാനൊക്കെ തിന്നിട്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.